ആ കാത്തിരിപ്പിന് സുഖമല്ലേ. ഇവിടെ ഇവിടെ കയറുന്നത് കുറച്ചുകൂടെ വിട്ട് തരണം. നടകം എന്ന രീതിയിൽ പേസിന്റെ ഗ്രാഫും പടം കൂടുതൽ എൻകറേജ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്വന്തം ആക്ടർ എന്ന നിലയിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇപ്പോൾ എൻ്റെ മൂവി ഇന്ന് ഞാൻ കണ്ടു. ഇനി ഞാനൊരു 1-2 പ്രാവശ്യം കൂടി ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യും. കാരണം ആദ്യം ഞാൻ കാണുക നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയുണ്ട്, നമ്മൾ ചെയ്ത വർക്കായോ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഫസ്റ്റ് ഷോയിൽ. പിന്നെ മൊത്തത്തിൽ പടം എങ്ങനെയുണ്ടെന്നത് എനിക്ക് വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ 2 ദിവസങ്ങളൊക്കെ വാച്ച് ചെയ്ത് അതിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ പ്രാവശ്യമൊക്കെ ഒരു മൂവി ഞാൻ ചെയ്ത് വാച്ച് ചെയ്യാറുണ്ട്. കഴിഞ്ഞ സിനിമകളിലേക്കാളും ബെറ്ററായിട്ട് ഇതിലൊരുപാട് മാസ് സീനുകളൊക്കെ ഭയങ്കര പെർഫോമൻസാണ്. അപ്പോൾ ചേർന്ന് ഒരുപാട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയുന്നത് ചേർന്ന ആക്ഷൻ സീനുകളായാലും മാസുകളായാലും ഭയങ്കര രസമായിരുന്നു. ഇത് ചെയ്യാനുള്ളൊരു സ്പേസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ശ്രീരാജ് ആയാലും ആ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു. അപ്പോൾ ആ സ്പേസിൽ ഇപ്പം നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമുക്ക് തരുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസറും ക്യാരക്ടർ ഒരു
ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ചേട്ടൻ്റെ ആക്ഷൻസ് ആയാലും ചേട്ടൻ്റെ പെർഫോമൻസ് ആയാലും. അപ്പോൾ ചേട്ടന് കണ്ടപ്പോൾ അത് ചേട്ടൻ വേറെ സിനിമകളിലൊന്നും ഇത്രയും ചേട്ടൻ്റെ സീൻസ് ആക്ഷൻസ് തന്നിട്ടില്ല എന്ന് തോന്നിപ്പോയി. ഇപ്പോൾ ഏറമി പോലും ആണെങ്കിലും കുറച്ച് സീനുകളിൽ ഏറെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനനുസരിച്ച് ആ കഥാപാത്രത്തിനനുസരിച്ചുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ അതൊരു ക്യാമിയോ പരിപാടിയായിരുന്നു. നമ്മൾ ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം വരിക, ആ ഒരു ക്യാരക്ടർ കഴിയുക, അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. അത് പ്ലാൻഡ് ആയിരുന്നില്ല. ആദ്യം വേറൊരു ആക്ടറിനൊക്കെ വെച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ വരികയൊക്കെ ആയതുകൊണ്ട് അതിലോട്ട് വന്നിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് ഇതേപോലെയുള്ളൊരു പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹങ്ങൾ കാണാം. കിട്ടുകയാണെങ്കിൽ എന്തായാലും 100% നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതുപോലത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ മാർക്ക് വെക്കണ്ടാവും പിന്നീട്